നമസ്കാരം. വിശ്വമാനവികം ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം മൈക്രോ ഫിനാൻസ് ലോണുകളെക്കുറിച്ചാണ്. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ സാധാരണക്കാരും ദരിദ്രരും അതിദരിദ്രരുമായ ഒട്ടുമുക്കൽ സ്ത്രീകളും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് ലോണുകൾ എടുക്കുന്നുണ്ട്. അവരെ ഇത്തരം ലോണുകൾ എടുക്കുന്നതിൽ പലരും കുറ്റപ്പെടുത്താറുമുണ്ട്. തുച്ഛമായ വരുമാനം കൊണ്ട് അവരുടെ ദൈനംദിന ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ഈ പാവങ്ങൾ ലോൺ എടുക്കുന്നത്. അതിൽ തന്നെ നല്ലൊരു പങ്ക് സ്ത്രീകൾ വിധവകളാണ്. സദാസമയവും ഇവർ ലോൺ അടവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മാനസിക പിരിമുറുക്കം പേറി നടക്കുന്നവരാണ്. സത്യത്തിൽ മറ്റ് മധ്യവർഗ സമ്പന്ന വിഭാഗങ്ങളെപ്പോലെ ഇവർക്ക് വലിയ എമൗണ്ട് ലോണുകളൊന്നും ആവശ്യമില്ല. മിക്കവരും 1,00,000-ൽ താഴെയുള്ള ലോണുകളാണ് എടുക്കുന്നത്. അതിപ്പോൾ വ്യക്തിഗത ലോണുകളാണെങ്കിലും ഗ്രൂപ്പ് ലോണുകളാണെങ്കിലും യാതൊരു ഈടും സങ്കീർണമായ നടപടിക്രമങ്ങളും ഇല്ലാതെ തുക ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വായ്പകളിലേക്കുള്ള പ്രധാന ആകർഷണം. സിബിൽ സ്കോറും ഒന്നും ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് ഈ അമ്മമാരും സഹോദരിമാരും ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ വിധം ലോണുകൾ എടുക്കുന്നത്? ഒരത്യാവശ്യത്തിന് കൈവായ്പ ചോദിച്ചാൽ കാശുള്ള ആരെങ്കിലും കൊടുക്കുമോ? ഇല്ല. സർക്കാർ വിലാസം ബാങ്കുകളോ അർദ്ധ സർക്കാർ ബാങ്കുകളോ സമാനമായ സ്വകാര്യ ബാങ്കുകളോ ഈട് നൽകാൻ ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് ലോൺ കൊടുക്കുമോ? സൊസൈറ്റികളെങ്കിലും കൊടുക്കുമോ? അഥവാ ഈട് വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തെല്ലാം നിബന്ധനകളും കടമ്പകളും സങ്കീർണമായ നടപടിക്രമങ്ങളും കടക്കണം. നമ്മൾ ഈ ആളുകൾ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാനാകാതെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ ഇത്തരം മൈക്രോ ഫിനാൻസ് ലോണുകൾ പോലെയുള്ള ചെറിയ ചെറിയ എമൗണ്ട് ലോണുകൾ കിട്ടുന്നത് കൊണ്ട് മാത്രം ഒഴിവാകുന്ന ആത്മഹത്യകളെക്കുറിച്ച് അറിയാമോ? എന്നാൽ അറിയണം, ഉണ്ട്, ധാരാളമുണ്ട്. ഈ വായ്പാ സ്ഥാപനങ്ങളെ ജനങ്ങളുടെ ഇല്ലായ്മകളെ ചൂഷണം ചെയ്യുന്ന കഴുത്തറപ്പന്മാരെന്നൊക്കെ വിളിക്കുന്ന ആളുകൾ, അതിപ്പോൾ സർക്കാർ വിലാസത്തിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും, ഇത്തരം സ്ഥാപനങ്ങൾക്ക് ബദലായി പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ സർക്കാരിനോ സർക്കാർ വിലാസം ബാങ്കുകൾക്കോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കോ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്ന സൊസൈറ്റികൾക്കോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ മിണ്ടാതിരിക്കുക, ആളുകൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ.